പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രൈം ടൈം ആരംഭിക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്കൊന്നൊരു അതിഥി ഉണ്ടായിരുന്നു. നിങ്ങളെ കണ്ടുകയാണ് പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ് എന്ന് 24-ലെത്തി. ഒരു പക്ഷേ നമ്മുടെ 24 സന്ദർശിക്കുന്ന ആദ്യത്തിലെ വിഖ്യാതനായ അതിഥി അദ്ദേഹമായിരുന്നു. ഒരു ഗവർണറും ഒരു മന്ത്രിയും നമ്മുടെ ഓഫീസ് സന്ദർശിച്ചിട്ടില്ല. കുറേ നേരം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല പശ്ചിമ ബംഗാളിലെ ഇപ്പോഴത്തെ സമകാലിക രാഷ്ട്രീയം, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, മമതാ ബാനർജിയുമായിട്ടുള്ള ബന്ധം, അവിടുത്തെ അക്രമവാസന, ഇതൊക്കെ അദ്ദേഹം വളരെ ഗൗരവമായി നമ്മുടെ സ്വകാര്യ സംഭാഷണമൊക്കെ ചർച്ച ചെയ്തു. ബംഗാളിനെ കുറിച്ച് ചില പുതിയ അറിവുകളും നമുക്ക് ലഭിച്ചു. താങ്ക് യു CV ആനന്ദ ബോസ്. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രൈം ടൈമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. ആറന്മുള വിമാനത്താവളത്തിനായി കണ്ടെത്തിയ ഭൂമിയിൽ IT പാർക്ക് പദ്ധതിയുമായി വിമാനത്താവള സംരംഭകരായ KGS ഗ്രൂപ്പ് രംഗത്ത് വന്നിരിക്കുന്നു. ഇൻഫോ പാർക്ക് ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് ടൗൺഷിപ്പ് എന്നതാണ് ഈ പുതിയ പദ്ധതിയുടെ പേര്. 7000 കോടി രൂപയുടെ നിക്ഷേപവും 10,000 പേർക്ക് തൊഴിലുമെന്നാണ് വാഗ്ദാനം. TOFL പത്തനംതിട്ട ഇൻഫ്രാ ലിമിറ്റഡ് എന്ന പേരിലാണ് പുതിയ പദ്ധതി. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഒരു IT പാർക്ക് കൊണ്ടുവരുന്നതിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? ഇതിലൂടെ പല വിധത്തിൽ, അതായത് വികേന്ദ്രീകൃതമായ നിലയിൽ IT പാർക്കുകൾ സ്ഥാപിക്കുന്ന ഒരു നയം സർക്കാരിനുണ്ട്. ഇതിനനുസൃതമായ ഒരു പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ വിമാനത്താവള കമ്പനിയുടെ സംരംഭകരായിരുന്ന അതേ സംരംഭകർ ഇപ്പോൾ IT പാർക്ക് എന്ന സംരംഭവുമായി എത്തിയിരിക്കുന്നത്. ആറന്മുള വിമാനത്താവളത്തിനായി കണ്ടെത്തി ക്രമീകരിച്ച ഭൂമിയിൽ തന്നെ IT പാർക്ക് തുടങ്ങാനാണ് ഇപ്പോൾ സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. IT വകുപ്പിനാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അപേക്ഷയും മറ്റും നൽകിയിരിക്കുന്നത്. ഈ അപേക്ഷയിൽ പറയുന്നത് 7000 കോടി രൂപ മുതൽ മുടക്കിൽ ഒരു ഇൻഫോ പാർക്കും ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് ടൗൺഷിപ്പും സ്ഥാപിക്കുമെന്നതാണ്. 10,000 പേർക്ക് അവിടെ തൊഴിലവസരം ഉണ്ടാകുമെന്നാണ് കമ്പനിയുടെ വാഗ്ദാനം. നേരത്തെ KGS ആറന്മുള എയർപോർട്ട് ലിമിറ്റഡ് എന്ന കമ്പനിയായിരുന്നു വിമാനത്താവള കമ്പനിയുടെ പ്രയോജനങ്ങൾ. ഇപ്പോൾ TOFL പത്തനംതിട്ട ഇൻഫ്രാ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ IT പാർക്ക് പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. IT പാർക്കിന് വേണ്ടി നേരത്തെ വിമാനത്താവളത്തിനായി കണ്ടെത്തിയിരിക്കുന്ന 139 ഹെക്ടർ പ്രദേശം ഭൂമി കൈവശം ഇവരുടെ കയ്യിലുണ്ട്. ഈ ഭൂമിയിൽ ആണ് IT പാർക്ക് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നേരത്തെ ഇവിടെ വിമാനത്താവളം പദ്ധതി നടത്താൻ വന്നപ്പോൾ അവിടെ വലിയ തോതിൽ സമരമുണ്ടായി. നെൽവയലും തണ്ണീർത്തടവും നികത്തിയുള്ള പദ്ധതിക്കെതിരെ വലിയ സമരമാണ് അവിടെ നടന്നത്. ഈ സമരത്തിനൊടുവിലാണ് വിമാനത്താവള പദ്ധതിക്ക് അവിടെ അനുമതി ഇല്ലാതായത്. എന്നാൽ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും IT പാർക്ക് സ്ഥാപിക്കാനുള്ള സംരംഭവുമായാണ് ഈ കമ്പനി മുന്നോട്ട് വരുന്നത്. IT വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃഷി വകുപ്പിൻ്റെ അഭിപ്രായം തേടിയിട്ടുണ്ട്. ഇവരുടെ പദ്ധതി കൃഷി വകുപ്പിന് കൈമാറിയിരിക്കുകയാണ്. കൃഷി വകുപ്പിൻ്റെ അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കും സർക്കാരിൻ്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഈ IT പാർക്ക് വളരെ വേഗത്തിൽ ധൃതി പിടിച്ച് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ എന്താണ് ലക്ഷ്യമെന്ന് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, വലിയ പ്രക്ഷോഭങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചതാണ് ഈ ആറന്മുള വിമാനത്താവള പദ്ധതി. എന്തായിരുന്നു ഈ പദ്ധതി എന്ന് പുതിയ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഞങ്ങളൊരു എക്സ്പ്ലെയിനർ കൊടുക്കുകയാണ്. കടുത്ത പ്രതിഷേധങ്ങൾക്കൊക്കെ ഇത് കാരണമായി. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നു. ആറന്മുള വിമാന പദ്ധതി 700 ഏക്കർ ഭൂമിയിൽ വിമാനത്താവളം. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ പ്രവാസികളെയും ശബരിമല തീർത്ഥാടകരെയും മുന്നിൽ കണ്ടുള്ള പദ്ധതി. നിർമ്മാണ ചുമതല KGS ഗ്രൂപ്പിന്. പദ്ധതിയുടെ തുടക്കം മുതൽ വലിയ പ്രതിഷേധമുണ്ടായി. സർക്കാർ പദ്ധതി പ്രദേശത്തെ വ്യാവസായിക മേഖലയായി പ്രഖ്യാപിച്ചതോടെ സമരം ശക്തമായി. 2012-ൽ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ പച്ചക്കൊടി വീശി. കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത സമരത്തിനാണ് ആറന്മുള സാക്ഷ്യം വഹിച്ചത്. പദ്ധതിക്കെതിരെ BJP, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ഒരുമിച്ച് സമരം നടത്തി. കുമ്മനം രാജശേഖരനും സുഗതകുമാരിയും സമരത്തിന്റെ മുഖങ്ങളായി മാറി. അനുമതിക്കെതിരെ സമരസമിതി ദേശീയ ഹരിത ട്രിബ്യൂണലിനെ സമീപിച്ചു. 2014-ൽ ഹരിത ട്രിബ്യൂണൽ പാരിസ്ഥിതിക അനുമതി റദ്ദാക്കി. വിധി സുപ്രീം കോടതി ശരിവെച്ചതോടെ പദ്ധതി ഉപേക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. പദ്ധതി പ്രദേശത്തെ വ്യാവസായിക മേഖലയായി പ്രഖ്യാപിച്ച വിജ്ഞാപനം 2018-ൽ സംസ്ഥാന സർക്കാർ റദ്ദാക്കി. ഇതോടെ ആറന്മുള വിമാനത്താവള പദ്ധതി എന്നേക്കുമായി അവസാനിച്ചു. റിസർച്ച് ഡെസ്ക് 24. അവിടെയാണ് ഇപ്പോൾ IT പാർക്കുമായിട്ടുള്ള പുതിയ പദ്ധതി വരാൻ പോകുന്നത്. കൃഷി വകുപ്പിലേക്ക് അപേക്ഷ നീങ്ങിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസം അല്ലെങ്കിൽ ദിവസങ്ങളിൽ അറിവായി വരും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതൊക്കെ വളരെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് ആമുഖമായി പറയട്ടെ.
മറ്റൊരു വാർത്തയിലേക്ക്, കൊച്ചിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊച്ചി സ്വർണ്ണ സമ്പാദ്യ തട്ടിപ്പ് കേസിലെ പ്രതികൾ പിടിയിലായി. ആതിര ഗോൾഡ് ഉടമകൾ വള്ളിപ്പുറം സ്വദേശികളായ ആന്റണി, ജോൺസൺ, ജോബി, ജോസഫ് എന്നിവരാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത്. YS അഭിനന്ദ് ടെലിഫോണിൽ ചേരുന്നു. അഭിനന്ദ്, എപ്പോഴാണ് പിടിയിലാതെ? അവരുടെ പേരിലുള്ള പ്രധാനപ്പെട്ട കുറ്റങ്ങൾ എന്തൊക്കെയാണ്? SKN ബാധ്യവല തട്ടിപ്പിന് പിന്നാലെ കൊച്ചിയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ് ഉണ്ടായിരുന്നതായിട്ട് പ്രാഥമികമായി പോലീസ് ശേഖരിച്ച കണക്ക് പ്രകാരം 500-ലധികം പരാതികളായിരുന്നു ഈ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഹൈക്കോടതിയിൽ കവലയിൽ പ്രവർത്തിക്കുന്ന ആതിര ഗോൾഡ് ഉടമകൾക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ആ പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് എറണാകുളം സെൻട്രൽ പോലീസിന് പിടിയിലായത്. പള്ളിപ്പുറം സ്വദേശികളായ ആന്റണി, ജോൺസൺ, ജോബി, ജോസഫ് എന്നിവരെയാണ് പിടിയിലാക്കിയത്. ഇതിനോടൊപ്പം തന്നെ ഈ ആതിര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ നിന്നും പൂട്ടിപ്പോയതൊക്കെ കാണിച്ചുകൊണ്ട് ഒരുപാട് പരാതികൾ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. 115 കോടിയോളം രൂപയായിരുന്നു ഇവർക്ക് കടമായിട്ടുണ്ടായിരുന്നു. ഇവിടെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നിന്നായിരുന്നു 115 കോടി രൂപയോളം കടമെടുത്തത്. 70 കോടി രൂപയുടെ മാത്രം ആസ്തിയുള്ളതായിട്ടും പോലീസ് കണ്ടെത്തിയിരുന്നു. എല്ലാവർക്കും 6 മാസത്തിനകം പണം തിരികെ നൽകാമെന്നായിരുന്നു സ്ഥാപന ഉടമകൾ അറിയിച്ചത്. സ്ഥാപന ഉടമകളുടെ വീടിന് മുന്നിൽ വലിയ പ്രതിഷേധവും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. നിലവിൽ ആ സമയത്ത് പരാതി ലഭിക്കാത്തതിനാലായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കാതിരുന്നത്. പക്ഷേ പരാതിയുടെ എണ്ണം കൂടിയതോടുകൂടി സെൻട്രൽ പോലീസ് ഇവരെ നേരിട്ട് തന്നെ എത്തി അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോകുകയായിരുന്നു. ഈ ബാങ്കിന് മുന്നിലും ഈ ജുവലറിക്ക് മുന്നിലും വീടിന് മുന്നിലും ഇതിനോടകം തന്നെ ഒരുപാട് ആളുകൾ പ്രതിഷേധവുമായി എത്തി. ആ പ്രതിഷേധത്തിന് പിന്നാലെയാണ് സെൻട്രൽ പോലീസ് ഈ 4 പേരെ, ഉടമകളായ 4 പേരെ ഇപ്പോൾ അറസ്റ്റിലാക്കിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു YS അഭിനന്ദ്. കോട്ടക് മഹേന്ദ്ര ഒക്കെ 120 കോടി രൂപ ഇവർക്ക് കടമായി കൊടുത്തു എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ ഈ ഫ്ലവേഴ്സ് നെറ്റ്വർക്ക് ആരംഭിക്കുമ്പോൾ ഒരു ലോണിനായിട്ട് പല ബാങ്കുകളുടെയും പടി കയറി ഞാൻ ഓർമ്മിച്ചു പോയി. എന്തെല്ലാം ചോദ്യങ്ങളാണെന്നറിയോ ചോദിക്കുന്നത്. നമ്മൾ 30 കോടി ചോദിച്ചാൽ പോലും കിട്ടാനില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു സ്വർണ്ണക്കട തുടങ്ങാൻ 120 കോടി കൊടുത്തിരിക്കുന്നു. നടക്കട്ടെ. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ഇപ്പോൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. പുതുപ്പള്ളിയിൽ അക്രമി സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷത്തിനിടെ ഒരാളുടെ കഴുത്തിന് വെട്ടേറ്റുവെന്നും വാർത്തയുണ്ട്. സംഘർഷത്തിനിടെ ATM കൗണ്ടറിൻ്റെ ചില്ലുകളൊക്കെ അടിച്ച് തകർത്തു. ഇൻഡസ് ഇന്ത്യ ബാങ്കിൻ്റെ ATM കൗണ്ടറാണ് അടിച്ച് തകർത്തത്. ബാങ്ക് കോമ്പൗണ്ടിൽ കിടന്നത് 2 കാറുകളും അക്രമികൾ തകർത്തു എന്ന വാർത്തയുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. കേരളത്തിലേക്ക് 1.5 ലക്ഷം കോടി രൂപയിലേറെ നിക്ഷേപത്തിന് തയ്യാറായി വ്യവസായ ലോകം. കൊച്ചിയിലെ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ സംഗമത്തിൽ 374 കമ്പനികൾ നിക്ഷേപത്തിന് തയ്യാറായി താൽപ്പര്യപത്രത്തിൽ ഒപ്പുവെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 24 IT കമ്പനികൾ നിക്ഷേപത്തിന് താൽപ്പര്യം പ്രകടിപ്പിച്ചു. 2 ദിവസമായി കൊച്ചിയിൽ നടന്ന നിക്ഷേപക ഉച്ചകോടി ഇന്ന് സമാപിച്ചു. 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കണക്കാക്കി സംഘടിപ്പിച്ച ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ വമ്പൻ വാഗ്ദാനങ്ങളാണ് കേരളത്തെ തേടിയെത്തിയത്. വിവിധ മേഖലകളിലായി 1,52,905 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചുവെന്ന് മന്ത്രി P രാജീവ്. 374 കമ്പനികൾ താൽപ്പര്യപത്രം ഒപ്പിട്ടു. 24 IT കമ്പനികൾ നിക്ഷേപത്തിന് താൽപ്പര്യം പ്രകടിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ പുതിയ ഐക്യ കേരളത്തിന് തുടക്കമായെന്ന് മന്ത്രി. വ്യവസായങ്ങൾക്ക് പറ്റുന്ന നാടാണ് എന്നതിൽ ഒരേ സമീപനത്തിലേക്ക് സംരംഭകരെത്തി. ഇപ്പോൾ രാഷ്ട്രീയക്കാരോ മാധ്യമങ്ങളോ അല്ല പറയുക ഇത് സംരംഭകത്വത്തിന് അനുകൂലമാണോ എന്നുള്ളത്. അത് സംരംഭകരാണ് നേരിട്ട് പറയേണ്ടത്. അപ്പോൾ സംരംഭകർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി പറയുന്നു ഇത് ഏറ്റവും നല്ല സ്ഥലമായി മാറിയിരിക്കുന്നു എന്നുള്ളത്. അതാണ് ഏറ്റവും നല്ല അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷറഫ് ഗ്രൂപ്പ് 5000 കോടി രൂപയുടെ നിക്ഷേപം നടത്തും. 5000 കോടി 5 വർഷത്തിനുള്ളിൽ നിക്ഷേപിക്കാൻ ലുലു ഗ്രൂപ്പ് തീരുമാനിച്ചു. ഗ്ലോബൽ സിറ്റിയിലും IT പാർക്കുകളിലും നിക്ഷേപം നടത്തും. 100 ടണ്ണിന് താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുമെന്നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം. അദാനി, ആസ്റ്റർ ഗ്രൂപ്പുകൾ ഇതിനകം വമ്പൻ നിക്ഷേപങ്ങളാണ് പ്രഖ്യാപിച്ചത്. അദാനി ഗ്രൂപ്പ് 30,000 കോടിയുടെ നിക്ഷേപം നടത്തും. ഇതിൽ വിഴിഞ്ഞത്ത് 20,000 കോടിയുടെ അധിക നിക്ഷേപം. 5,000 കോടിയുടെ ഇ-കൊമേഴ്സ് ഹബ് പദ്ധതിയും തുടങ്ങും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 5,000 കോടിയുടെ വികസന വാഗ്ദാനമാണ് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത്. തെലങ്കാനയിലെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 3,000 കോടിയുടെയും മൊണാർക്ക് ഗ്രൂപ്പ് 5,000 കോടിയുടെയും ഹൈലൈറ്റ് ഗ്രൂപ്പ് 10,000 കോടിയുടെയും RP ഗ്രൂപ്പ് 2,000 കോടിയുടെയും നിക്ഷേപമാണ് വാഗ്ദാനം ചെയ്തത്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ 850 കോടിയുടെയും പോളക്കുളം നാരായണൻ 500 കോടിയുടെയും നിക്ഷേപം പ്രഖ്യാപിച്ചു. 24 കൊച്ചി. കേരളത്തിന്റെ വികസന കുതിപ്പിന് കൂടുതൽ കരുത്തേകുന്നതാണ് കൊച്ചിയിലെ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി. കേരളം വ്യവസായ സൗഹൃദം ഉള്ള സംസ്ഥാനമല്ല എന്ന് പ്രചരിപ്പിച്ച ആളുകൾക്കുള്ള മറുപടിയാണ് ഈ സംഗമത്തിന്റെ വിജയമെന്നാണ് സംഘാടകർ പറഞ്ഞത്. ദേശീയപാത, ഗെയിൽ പദ്ധതികളിൽ സംസ്ഥാന സർക്കാരിനെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അഭിനന്ദിച്ചു. 26 രാജ്യങ്ങൾ, 3000 ഡെലിഗേറ്റുകൾ,
കോടികളുടെ നിക്ഷേപം. പ്രഥമ ഇൻവെസ്റ്റ് കേരള ഉച്ചകോടി വിജയമെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. നിക്ഷേപങ്ങൾ കൊണ്ട് മാത്രമല്ല, വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഐക്യവും ഉച്ചകോടിയിൽ പ്രതിഫലിച്ചു. കേന്ദ്രം അനുവദിച്ച പല പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കിയ സംസ്ഥാന സർക്കാരിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ അഭിനന്ദനം. I appreciate that within that time limit, the Kerala government completed it. I appreciate the Chief Minister and his colleagues. രാഷ്ട്രീയ വ്യത്യാസം മറന്ന് പ്രതിപക്ഷവും നിക്ഷേപക ഉച്ചകോടിക്ക് പൂർണ്ണ പിന്തുണ നൽകി. ഉദ്ഘാടന സമ്മേളനത്തിൽ വി ഡി സതീശനും സമാപന സമ്മേളനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തു. വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. I want to assure the investors always that it will be positive only. In the past also it had been positive. In future also the opposite attitude will be positive. കേന്ദ്രമന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാക്കൾക്കും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നന്ദി അറിയിച്ചു. Not only the ruling government, opposition as well as the union government, all are together for the development of the state and for this part. That's a very, very positive thing. It's a positive sign to the entire country. പ്രഖ്യാപിച്ച പദ്ധതികളും നിക്ഷേപങ്ങളും ക്രിയാത്മകമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് പ്രതിപക്ഷ പിന്തുണ കരുത്താകും. ജിം, എമർജിംഗ് കേരള തുടങ്ങിയ മുൻ നിക്ഷേപക സംഗമങ്ങളെക്കാൾ ഒരുപടി മുന്നിലാണ് ഇൻവെസ്റ്റ് കേരള എന്ന് ഉറപ്പിക്കാം. 24 കൊച്ചി. എന്തായാലും ഈ സംഗമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ ഇത്രയധികം നിക്ഷേപം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൻ്റെ ഭാവി ഭാസുരമാകും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതേസമയം നിക്ഷേപങ്ങൾ വരുന്നത് കൊണ്ട് എത്ര ആളുകൾക്ക് തൊഴിലുണ്ടാകും, എന്തൊക്കെയായിരിക്കും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ സംസ്ഥാനം വിദേശ നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ കൗതുകമായി മാറുന്നത് ഈ നാട്ടിലെ പലനില കെട്ടിടങ്ങളോ അമ്പരചുംബികളായ രമ്യകർമ്മങ്ങൾ കൊണ്ടോ അല്ല. ഈ നാടിൻ്റെ പച്ചപ്പും ഈ നാടിൻ്റെ തനിമയുമാണ്. അത് മാറ്റിമറിക്കുന്ന പദ്ധതികളിലൂടെ കടന്നു പോവുകയും ചെയ്യരുത്. മറ്റൊരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോറിയിലേക്ക് ഞാൻ ഒരുപാട് തവണ ഈ മോർണിംഗ് ഷോയിലും ഈ സായാഹ്ന ഷോയിലുമൊക്കെ പറയാറുണ്ട്. വളരെ നമ്മൾ ഈ കുട്ടികളെയൊക്കെ ഡീൽ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ഡീൽ ചെയ്യണം. ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു ജനറേഷനാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ചെറിയൊരു വഴക്ക് പറച്ചിലിന് അവരെന്തെങ്കിലും കാട്ടിക്കൂട്ടിക്കളയും. അങ്ങനെയുള്ള കുട്ടികളാണ്. അപ്പം ഇങ്ങനെയൊരു സംഭവം ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വന്നിരിക്കുന്നു. മലപ്പുറത്ത് ഒരു അമ്മ വഴക്ക് പറഞ്ഞതിന് ഒരു 2ാം ക്ലാസ്സുകാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. 4 കിലോമീറ്ററോളം അവൻ നടന്നു. അതിനുശേഷം അവനൊരു ഫയർ സ്റ്റേഷനിൽ ചെന്ന് കയറി. അവൻ വിചാരിച്ചു അത് പോലീസ് സ്റ്റേഷനാണെന്ന്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഈ ചൈൽഡ് ലൈനിൻ്റെ അധികൃതരെയും അതുപോലെ പിതാവിനെയും വിവരം അറിയിച്ചു. അതുകൊണ്ട് അപകടം ഉണ്ടായില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറിനുണ്ടിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടി, ഒരു 7 വയസ്സുള്ള ഒരു കുട്ടി റോഡിൽ കൂടെ നടന്നു വന്ന് എന്നെ ഉമ്മ വീട്ടിൽ കയറ്റുന്നില്ല എന്ന് പറയുന്നു. ഞങ്ങൾ ആ കുട്ടിയെ വിളിച്ച് വിശദമായിട്ട് അന്വേഷിച്ചപ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഉമ്മ എന്തോ വഴക്ക് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ആളവശനായിരുന്നു. അപ്പോഴേ ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോയി വെള്ളം കൊടുത്തു, ഇന്ന് സ്റ്റേഷനിലുണ്ടായിരുന്ന ഭക്ഷണം കൊടുത്ത്, അതിനുശേഷം ഞങ്ങൾ ചൈൽഡ് ഹെൽപ്പ് ലൈനെ വിളിച്ചു. അവർ തിരുവനന്തപുരത്താണ് വിളിച്ചത്. പിന്നെ അവർ മലപ്പുറമായിട്ട് ബന്ധപ്പെട്ടു. അവിടെ നാളെ വരാമെന്ന് പറഞ്ഞു. അതിനോടൊപ്പം ഞങ്ങൾ വേറെ അന്വേഷണം നടത്തി. ഞങ്ങളുടെ ലോക്കലിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഈ കുട്ടിയുടെ ഫാദറിനെ കിട്ടി. അയാളൊരു തേപ്പിൻ്റെ പണിക്കാരനായിരുന്നു. അപ്പം പുള്ളി പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലെത്തി. അതിനോടൊപ്പം ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ ആളും എത്തി. ഇവർ രണ്ടുപേരും കൂടെ കുട്ടിയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ കുട്ടി എന്തോ കുരുത്തക്കേട് കാണിച്ചാൽ അമ്മ എന്തോ വഴക്ക് പറഞ്ഞതാണ്. അതിൻ്റെ പുറത്താണ് ഇവൻ ഒരു 3-4 കിലോമീറ്റർ നടന്നു വന്നത്. നടന്നു വന്നിട്ട് ഉമ്മ വീട്ടിൽ കയറ്റുന്നില്ല. അപ്പോൾ ഉമ്മ എന്തുകൊണ്ട് പറഞ്ഞു, അല്ല നീ പോലീസ് സ്റ്റേഷനിൽ പോയി കാണാൻ പരാതി പറയുന്ന അതിൻ്റെ ബേസിലാണ് ഇവൻ നടന്നു വന്നത്. എന്തായാലും അവൻ്റെ വാപ്പായുടെ അടുത്തും അതുപോലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ ആളിനെയും ഏൽപ്പിച്ചു. അവർ പേടിച്ച് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്തായാലും അവർ നേരെ വീട്ടിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ ആൾ നേരെ അയാളെയും കൊണ്ട് വീട്ടിലേക്ക് പോയിരുന്നു. വീട്ടിൽ പോയിട്ട് അവർ സുരക്ഷിതമായി ഏൽപ്പിച്ചെന്നും പറഞ്ഞ് തിരിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, എന്തായാലും ഈ കുട്ടി അവിടെ ചെന്ന് തന്നെ കയറിയത് വളരെ ഭാഗ്യമായി. മറ്റെന്താ വിവരങ്ങൾ? അതേ SKN, ഒരേ സമയം ആശങ്കയും ആശ്ചര്യവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇരുമ്പുഴി എന്നുള്ള സ്ഥലത്തെ വീട്ടിൽ സഹോദരിയുമായി എന്തോ ഒരു തല്ലുകൂടിയതിന് അമ്മ വഴക്ക് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്ന് ഈ കുട്ടി പറയുന്നു. അപ്പോൾ നീ ചെയ്യുന്നൊക്കെ അമ്മ ദേഷ്യത്തിൽ അപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം ഇന്ന് അവധി ആയതുകൊണ്ട് അടുത്ത വീട്ടിൽ മറ്റു കുട്ടികളൊപ്പം കളിക്കുന്നുണ്ടാകുമെന്നുള്ളതാണ് വീട്ടുകാർ കരുതിയത്. പക്ഷേ കുട്ടി വീട്ടിൽ നിന്ന് അപ്പോഴേക്കും ഇറങ്ങി നടക്കാൻ തുടങ്ങിയിരുന്നു. ഇത് മഞ്ചേരി മലപ്പുറം പ്രധാന
പ്രധാന റോഡാണ്. ആ റോഡിന്റെ അരികിലൂടെ ഇരുമ്പുഴിയിൽ നിന്ന് മലപ്പുറം വരെ കുട്ടി നടന്നു അതും നട്ടുച്ച സമയമാണ്. അപ്പോൾ ആ വെയിൽ കൊണ്ട് ഏകദേശം 4 കിലോമീറ്ററോളം നടന്ന് പോലീസ് സ്റ്റേഷനാണെന്ന് കരുതി കാക്കി യൂണിഫോം ഇട്ട് പുറത്ത് ആളുകളെ കണ്ടപ്പോൾ അങ്ങനെ പോലീസ് സ്റ്റേഷനാണെന്ന് കരുതി ഫയർഫോഴ്സിന്റെ ഓഫീസിലേക്ക് കയറുകയായിരുന്നു. അവർ കണ്ട ഉടൻ തന്നെ കുട്ടിയോട് കാര്യങ്ങൾ ചോദിക്കുകയും വെള്ളം കൊടുത്തു, അവിടെ നിന്ന് തന്നെ ഭക്ഷണം കൊടുത്തു. അപ്പം തന്നെ ഈ ലോക്കലായ ഒരു അന്വേഷണം നടത്തി കുട്ടിയുടെ വീട് എവിടെയാണ്, പിന്നെ കുട്ടിയുടെ അച്ഛൻ ആരാണെന്നൊക്കെ. അങ്ങനെയാണ് അച്ഛനെ വിവരം അറിയിക്കുകയും ഒപ്പം തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറെയൊക്കെ വിവരം അറിയിക്കുകയും ചെയ്തത്. അങ്ങനെ ചൈൽഡ് ലൈനിന്റെ ഓഫീസിൽ നിന്നും ആളുകൾ എത്തി, ഒപ്പം വാപ്പയും എത്തി. അങ്ങനെയാണ് ഈ കുട്ടിയെ കൈമാറിയത്. ഇപ്പോൾ സുരക്ഷിതമായി തന്നെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഫയർഫോഴ്സിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് കുട്ടിയുടെ സ്കൂൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വഴി കുറച്ചുകൂടിയൊക്കെ അറിയുന്ന കുട്ടിയായിരിക്കും. അപ്പോൾ പോലീസ് സ്റ്റേഷനാണെന്ന് കരുതിയാണ് ഇത്രയും ദൂരം നടന്ന് വന്നിട്ടുള്ളത്. 2ാം ക്ലാസ്സുകാരനാണ്, 7 വയസ്സ് മാത്രമാണ് പ്രായം, അത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇത്രയും ദൂരം പ്രധാന റോഡിൻ്റെ അരികിലൂടെ നടന്നെത്തിയിരിക്കുന്നു. എന്തായാലും സുരക്ഷിതമായി വീട്ടിലേക്ക് പിന്നീട് എത്തിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കൂടുതൽ ശ്രദ്ധിക്കണമെന്നുകൂടി ഈ ചൈൽഡ് ഓഫീസർമാർ വീട്ടിലെത്തി ഇവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. SKN ദിനേശ് ശരിപ്പാട് പറഞ്ഞ SKN അവൻ ചില്ലറക്കാരനല്ല. അവൻ ചില്ലറക്കാരനാണെങ്കിൽ അവൻ ഫയർ സ്റ്റേഷൻ ചെന്ന് കയറുമോ? പോലീസ് സ്റ്റേഷന് പകരമായിട്ട് അവൻ ആള് സൂത്രശാലി. ഇത്രയും കിലോമീറ്റർ നടന്നല്ലേ അവനോട് ചെന്ന് കയറിയത്. അരുൺ പറയുന്നു കുട്ടികൾ തെറ്റ് കാണിച്ചാൽ വഴക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ ഇപ്പോഴും കുട്ടികളെ ഒന്നും വഴക്ക് പറയാൻ പാടില്ല. നമ്മൾ വഴക്ക് പറഞ്ഞാൽ പിന്നീട് അതിന് ഉണ്ടാകുന്ന ഫലം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല. ഷറീഫ് പറയുന്നു കുട്ടികളൊരു പ്രത്യേക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, അവരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതാണ് യഥാർത്ഥ ശരി. അവർ വളരെ സെൻസിറ്റീവായ ഒരു ജനറേഷനാണ്. അവർ പ്രവർത്തിക്കുന്നതൊക്കെ തന്നെ കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ്. കാര്യം അവർ ടെലിവിഷനിലും അതുപോലെ OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ കാണുന്ന സിനിമകൾ, നെറ്റിൽ കാണുന്ന മറ്റുള്ള സംഭവങ്ങളെല്ലാം തന്നെ അത് എഡിറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണെന്നും അതൊരാൾ എഴുതി ഉണ്ടാക്കുന്നതാണെന്നും ചിന്തിക്കാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ടാകണം എന്നില്ല. അതുകൊണ്ട് നമ്മുടെ മുതിർന്നവരാണ് അതിൽ വളരെ ശ്രദ്ധ വയ്ക്കേണ്ടത്. കുട്ടികൾക്ക് കുട്ടിത്തം ഉണ്ടായാൽ കുഴപ്പമില്ല, പ്രായമുള്ളവർക്ക് കുട്ടിത്തം വരാൻ പാടില്ല. കോട്ടയം പുതുപ്പള്ളിയിൽ അക്രമി സംഘങ്ങൾ ഏറ്റുമുട്ടി. സംഘർഷത്തിനിടെ ഒരാളുടെ കഴുത്തിന് വെട്ടേൽക്കുകയും ചെയ്തു. അക്രമി സംഘം 2 കാറുകളും അടിച്ച് തകർത്തു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ടെലിഫോണിൽ. ടോബി പറയൂ. SKN അല്പസമയം മുമ്പാണ് ഈ സംഘർഷം ഉണ്ടായത്. ഈ പുതുപ്പള്ളിയിലെ ഒരു ബാറിൽ മദ്യപിച്ചതിന് ശേഷം പുറത്തിറങ്ങിയ 2 സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഇൻഡസ് ബാങ്കിന്റെ ATMന്റെ ചില്ലുകൾ തകർക്കപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ ബാങ്കിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന 2 വാഹനങ്ങൾ, കാറുകളുടെ ചില്ലുകളും അടിച്ച് തകർത്തിട്ടുണ്ട്. ഈ പരസ്പരം ഏറ്റുമുട്ടിയതിനിടയിൽ ഒരാളുടെ കഴുത്തിന് വെട്ടേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സ്ഥിതിഗതികൾ ശാന്തമായിട്ട് നിലവിൽ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. കോട്ടയം ഈസ്റ്റ് പോലീസ് എത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ മദ്യപാന ടോബി ജോൺസൺ ആയിരുന്നു. ടെലിഫോൺ ബന്ധം മുറിഞ്ഞുപോയി, നിർഭാഗ്യം. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. വയനാട് കൽപ്പറ്റ NSS സ്കൂളിൽ വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനത്തിനിടെ കാറുകൾ കൂട്ടിയിടിച്ചു. സെൻഡോ പരിപാടിക്ക് ശേഷമായിരുന്നു ഗ്രൗണ്ടിൽ ഇവരുടെ അഭ്യാസ പ്രകടനം. സംഭവത്തിൽ കൽപ്പറ്റ പോലീസ് കേസെടുത്തു. നിങ്ങളറിയണം, +2 പഠിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണത്. ഈ സ്കൂളിലെ കുട്ടികളാണ് ഈ അഭ്യാസ പ്രകടനം നടത്തിയത്. ഇവർക്കൊക്കെ ലൈസൻസ് എടുക്കാനുള്ള പ്രായമായോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമുക്ക് ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടെ പൊലിമയോടെ കാണിച്ചു കൊടുക്കാം. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ്. ഈ ഗ്രൗണ്ടിൽ കിടന്ന് ഈ കാർ കൊണ്ട് കളിക്കുന്നതെല്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പഠിക്കുന്ന കുട്ടികളാണ്, പിള്ളേര്. പറയൂ സുർജിത്ത്. SKN ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സെൻഡ് ഓഫ് ചടങ്ങായിരുന്നു നടന്നത്. ഇതിനുശേഷം ചില വിദ്യാർത്ഥികൾ കാറുമായി ഗ്രൗണ്ടിലേക്ക് എത്തി. വാടകയ്ക്കെടുത്ത ആഡംബര കാറുകൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇത് അപകടകരമായ രീതിയിൽ കാറുകൾ ഗ്രൗണ്ടിലിട്ട് ഇങ്ങനെ ഓടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കാറുകൾ കൂട്ടിയിടിച്ചു. അതോടുകൂടി സ്കൂൾ അധികൃതർ ഗേറ്റ് അടച്ച് പോലീസിനെ വിവരം അറിയിച്ചു. കാർ ഓടിച്ചിരുന്ന 6 പേർക്ക് ലൈസൻസ് ഉണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ 6 കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ വിദ്യാർത്ഥികൾക്കെതിരെയും ഒപ്പം തന്നെ ഈ വാഹനം നൽകിയ RC ഉടമകൾക്കെതിരെയും പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൽപ്പറ്റ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കാറുകൾ സ്കൂളിലേക്ക് കൊണ്ടുവരരുത്, പ്രത്യേകിച്ച് സെൻഡ് ഓഫ് ആണ് ഇന്ന്. സ്വാഭാവികമായും ഈ കുട്ടികൾ കാറുകളുമായി വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ബോധ്യം ഈ സ്കൂൾ അധികൃതർക്കുണ്ടായിരുന്നു. അവർ അതുകൊണ്ട് തന്നെ ഈ കാര്യം നേരത്തെ മുൻകൂട്ടി അറിയിച്ചതുമാണ് കാറുകൾ കൊണ്ടുവരുന്നത്. പക്ഷെ ഇത് മറികടന്നാണ് വിദ്യാർത്ഥികൾ കാറുമായി എത്തിയത്.
നേരെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഇറക്കി അപകടകരമായ രീതിയിൽ കാർ ചുഴറ്റി ഓടിക്കുന്ന ആ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു അധ്യാപിക അത് തടയാൻ ശ്രമിക്കുന്നത് ഉൾപ്പെടെയുള്ളവ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. SKN. താങ്ക് യു. എന്തായാലും കുട്ടികളുടെ കാര്യത്തിൽ രക്ഷകർത്താക്കൾക്ക് എങ്ങനെ തടയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാര്യം ഇവർക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രായം +2 പഠിക്കേണ്ടതാണോ എനിക്ക് അറിയില്ല. കാര്യം +2 പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം പരമാവധി 17 വയസ്സാണ്. 17 വയസ്സിൽ മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് കൊടുക്കും. അപ്പോൾ 6 പേർക്ക് എങ്ങനെ ലൈസൻസ് കിട്ടി? ഇതൊക്കെ നമുക്ക് സംശയം തോന്നുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. മിസ് മലൂസ് പറയുന്നു, അധ്യാപകർക്ക് വടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ മതി. അതൊന്നും ഇനി ഈ കാലത്ത് നടക്കില്ല. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക വേണ്ട. ഒരു പ്രേക്ഷകൻ പറയുന്നൊരു കാര്യം, എല്ലാം കണ്ട് മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ തന്ത വൈബ് എന്ന് പറയും. ഇപ്പോൾ ഏറ്റവും ഫാഷനിൽ പറയുന്ന ഒരു സാധനമാണ്. നമ്മൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്ത വൈബ്, പിന്നെ ആ വൈബും കേട്ട് ഏതാണ്ട് ചീത്ത വിളിക്കുന്ന തുല്യമാണല്ലോ ഇപ്പോൾ തന്ത വൈബ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നിരന്തരം കേൾക്കുന്ന ഒരു പദപ്രയോഗമാണത്. കൊള്ളാം കേട്ടോ. ലഹരിക്കും സൈബർ കുറ്റകൃത്യങ്ങൾക്കുമെതിരെ പഴുതടച്ച അന്വേഷണം ഉറപ്പാക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രത്യേക ശ്രദ്ധ വേണം. പോലീസ് ആസ്ഥാനത്ത് ചേർന്ന അവലോകന യോഗത്തിലാണ് DGPയുടെ നിർദ്ദേശം. മുൻ കൊല്ലങ്ങളെ അപേക്ഷിച്ച് കൊലപാതക കേസുകളുടെ എണ്ണം കുറഞ്ഞു. എന്നാൽ കണക്കുകൾ അങ്ങനെ പറയുന്നുവെങ്കിലും അപകടങ്ങൾ കൂടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പറയാനുള്ളൊരു കാര്യം, ഈ അപകടം പിടിച്ച സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നല്ല പ്രൊമോഷൻ സംഘടിപ്പിക്കണം. കാരണം ഈ കുറ്റകൃത്യങ്ങളുടെ കാര്യകാരണങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ ഇതിൽ നിന്ന് ആളുകൾക്ക് പിന്മാറാനുള്ള ഒരവസരം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഇവർ പോയി ജാമ്യം എടുത്ത് രക്ഷപ്പെട്ടങ്ങ് പോകും. കാരണം നിയമങ്ങൾ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് അനുകൂലമായി ഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ അപകടമായി മാറുകയാണ്. ഇപ്പോൾ പോലീസ് കുറച്ചുകൂടെ, സൈബർ പോലീസൊക്കെ കുറച്ചുകൂടെ ശക്തിയോടെ റിയാക്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങളിൽ. അജീഷ് ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, പറയൂ. SKN പറഞ്ഞതുപോലെ തന്നെ ഈ സൈബർ തട്ടിപ്പ് അതിനെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം ശക്തമാക്കാനും ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമുണ്ടായി. സംസ്ഥാന പോലീസ് ആസ്ഥാനത്തായിരുന്നു ഇന്ന് DGPയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നത്. കഴിഞ്ഞ വർഷത്തെ കുറ്റകൃത്യങ്ങളും അതിനെതിരെ എടുത്ത നടപടികളും ഇതിനെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്യാൻ അവലോകന യോഗം വിളിച്ചത്. ഇതിൽ ADGPമാർ, സോൺ IG-മാർ, IG ട്രാഫിക്, റേഞ്ച് DIG-മാർ, ജില്ലാ പോലീസ് മേധാവികൾ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമായും പല വിഷയങ്ങളും ഈ യോഗത്തിൽ ചർച്ചയായി. സൈബർ തട്ടിപ്പ്, ലഹരി ഉപയോഗം, ഗുണ്ടാ അതിക്രമം, ഇത്തരം വിഷയങ്ങളടക്കം ഇതിൽ ചർച്ചയായിരുന്നു. അതിൽ ഈ ഗുണ്ടാ അതിക്രമത്തിൽ കുറിച്ച് വിശദമായി തന്നെ DGP സംസാരിക്കുന്നുണ്ട്. അതായത് സംസ്ഥാനത്തെ പല നഗരങ്ങളിലും ഗുണ്ടാ അതിക്രമം കൂടി വരുന്നുണ്ട്. മാത്രമല്ല ചില പോലീസുകാർ ഈ ഗുണ്ടകളെ സഹായിക്കുന്ന പ്രവണതകൾ കണ്ടുവരുന്നുണ്ട്. ഇത്തരം പ്രവണതകളുള്ള പോലീസുകാരെ മുളയിലെ നുള്ളിക്കളയണം. മാത്രമല്ല ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കാപ്പ നിയമം ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലഹരി കേസുകൾ സംസ്ഥാനത്ത് കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ 2024 മാത്രം 4500 കിലോ കഞ്ചാവാണ് സംസ്ഥാനത്ത് പിടികൂടിയത്. 24 കിലോ MDMA പിടികൂടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നത് സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്നും ഇത്തരത്തിലുണ്ടാകുന്ന കേസുകൾ അത് പ്രത്യേകം ആന്റി നാർക്കോട്ടിക് സെല്ലുമായി ചേർന്ന് പ്രത്യേകം അന്വേഷിക്കണമെന്നും ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശമുണ്ട്. മാത്രമല്ല ചില കൊലപാതക കേസുകളുടെ എണ്ണവും അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ ഭൂരിഭാഗം കേസുകളിലും പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുള്ളതായും പറയുന്നുണ്ട്. അങ്ങനെ പല വിഷയങ്ങളുമാണ് ഇന്നത്തെ അവലോകന യോഗത്തിൽ ചർച്ചയായത്. അതെല്ലാം ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നിസാം കൊല്ലം പറയുന്നു, ആളുകൾക്ക് വഴി നടക്കാൻ വയ്യ. കാരണം നോക്കിയപ്പോഴാണ് PC ജോർജിനെ പിടിക്കാൻ പോലീസ് 4 പാട് ഓടുകയാണ്. അങ്ങനെയൊന്നും ഓടുന്നില്ലെന്നേ. എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച ഹാജരാകാമെന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം കത്ത് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ പോലീസ് തിങ്കളാഴ്ച വരെ കാത്തു നിൽക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഓടിച്ചിട്ട് പിടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. കാരണം ഹൈക്കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ശാരീരിക കാരണങ്ങളാൽ തിങ്കളാഴ്ച ഹാജരാകാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുവരെ വെയിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിങ്ങിലേക്ക് നമ്മൾ കടക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബ്രേക്കിങ്ങിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് പോകുന്നു. പ്രധാനപ്പെട്ട വാർത്തകൾ. You are watching 24 from News Headquarters, Kochi. വിമാനത്താവളത്തിന് അനുമതി നിഷേധിച്ചതോടെ ആറന്മുളയിൽ IT പാർക്ക് പദ്ധതിയുമായി KGS ഗ്രൂപ്പ്. 7000 കോടി രൂപയുടെ നിക്ഷേപവും 10000 പേർക്ക് തൊഴിലവസരവും വാഗ്ദാനം. പുതിയ പദ്ധതി നിർദ്ദേശം ഇൻഫോ പാർക്ക് ഇന്റഗ്രേറ്റഡ് ബിസിനസ് ടൗൺഷിപ്പ് എന്ന പേരിൽ. അനുമതിക്കായി IT വകുപ്പിനെ സമീപിച്ചു. പശ്ചിമ ബംഗാളിൽ ഗവർണർ സർക്കാർ പോരുകളിൽ 24നോട് നിലപാട് വ്യക്തമാക്കിയ പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ ബോസ്. ജനകീയ സർക്കാരുകളുടെ മുഖം മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയാൽ ഗവർണർക്ക് തിരുത്താം. മമതാ സർക്കാരുമായി ഭിന്നതയില്ല. വരുന്ന മുഖ്യമന്ത്രി ആയിരിക്കണം ഭരണത്തിൻ്റെ പ്രകടമായ മുഖം.
ഒരിക്കലും തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരു ഗവർണർ നിൽക്കുന്നത് ശരിയല്ല. മമത തന്നെ പലപ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലാണെന്ന് എന്ന് പറയാറുണ്ട്. ഞാനും അവരെ അതുപോലെ തന്നെയാണ് കണക്കാക്കുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് താനില്ലെന്ന് ഗവർണറുടെ പ്രഖ്യാപനം. പ്രത്യേക അതിഥിയായി ഡോക്ടർ ആനന്ദ ബോസ് കൊച്ചി കാക്കനാട്ടെ 24 സ്റ്റുഡിയോയിൽ ഇന്ന് രാവിലെയാണ് എത്തിയത്. കൊച്ചിയിലെ ഇൻവെസ്റ്റ് ആഗോള നിക്ഷേപക സംഗമത്തിൽ കേരളത്തിന് 1.5 ലക്ഷം കോടിയിലേറെ രൂപയുടെ നിക്ഷേപ വാഗ്ദാനം. വൻകിട നിക്ഷേപത്തിന് തയ്യാറായി 374 കമ്പനികൾ. 5000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രഖ്യാപിച്ച് ലുലു ഗ്രൂപ്പ്. പദ്ധതി നടത്തിപ്പിൽ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വികസനത്തോട് പ്രതിപക്ഷത്തിന് പോസിറ്റീവ് കാഴ്ചപ്പാടെന്ന പി കെ കുഞ്ഞാലിക്കുട്ടി. മണാലി സന്ദർശനത്തിലൂടെ നവമാധ്യമങ്ങളിൽ വൈറലായി മാറിയ നമീസുമായി വിമർശിച്ച ഇബ്രാഹിം സഖാഫിയെ ന്യായീകരിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. സ്ത്രീകളുടെ യാത്രയിൽ പുരുഷന്മാർ കൂടെ വേണമെന്ന് വാദം. സ്ത്രീകൾക്ക് യാത്ര പോവാൻ കൂടെ ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ, പിതാവ് തുടങ്ങിയ ആളുകൾ വേണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. നിങ്ങൾ ഭാര്യമാരെ ഒറ്റയ്ക്ക് നിങ്ങൾ വിടൂലല്ലേ അവിടെ. ഇസ്ലാം മതത്തിലെ പിന്തുടർച്ചാ അവകാശവുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് VP സുഗ്ര 24നോട്. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസിനെ പിന്തുണയ്ക്കാൻ AK ശശീന്ദ്രൻ പക്ഷം. PC ചാക്കോ നിർദ്ദേശിക്കുന്നവരെ അംഗീകരിക്കില്ല. തോമസ് കെ തോമസിനെ പ്രസിഡന്റ് ആക്കിയില്ലെങ്കിൽ ബദൽ മാർഗങ്ങൾ തേടും. PC ചാക്കോ നിയമിച്ച 3 ജില്ലാ അധ്യക്ഷന്മാരെ മാറ്റണമെന്ന് ആവശ്യപ്പെടാനും ഗ്രൂപ്പ് യോഗത്തിൽ തീരുമാനം. കൊല്ലം കുണ്ടറയിൽ റെയിൽപാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റുകൾ വെച്ച കേസിൽ പ്രതികൾ പിടിയിലായി. കസ്റ്റഡിയിലായത് കുണ്ടറ സ്വദേശി രാജേഷും പെരുമ്പുഴയിലെ അരുണും. മദ്യലഹരിയിൽ ചെയ്തതെന്ന് പ്രതികൾ പോലീസിനോട്. കേസിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങൾ. വയനാട് കൽപ്പറ്റ NSS സ്കൂളിൽ വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനത്തിനിടെ കാറുകൾ കൂട്ടിയിടിച്ചു. കേസെടുത്ത കൽപ്പറ്റ പോലീസ്. സെന്റോ പരിപാടിയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ കാറുമായി എത്തിയത് അധ്യാപകരുടെ എതിർപ്പ് തള്ളിക്കളഞ്ഞിട്ട്. സൈബർ കുറ്റകൃത്യങ്ങളിലും ലഹരിമരുന്ന് കേസുകളിലും കടുത്ത നടപടിക്ക് കേരള പോലീസ് തീരുമാനിക്കുന്നു. പഴുതടച്ച അന്വേഷണം ഉറപ്പാക്കണമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം വന്നു. സ്കൂളുകളിലും കോളേജുകളിലും പ്രത്യേക ശ്രദ്ധ വേണമെന്നും അവലോകന യോഗത്തിൽ DGP. ചാലക്കുടി മുരിങ്ങൂരിൽ 20 കിലോ കഞ്ചാവുമായി അതിഥി തൊഴിലാളികൾ പിടിയിലായി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ UDF പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നു. സർക്കാരിന് മെല്ലെപ്പോക്കെന്നാരോപിച്ച് T സിദ്ദീഖ് MLA നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാപ്പകൽ ഉപവാസം. വെള്ളിയാഴ്ച വയനാട് ജില്ലാ കളക്ടറേറ്റ് വളയാൻ UDF. 10 സെന്റ് ഭൂമിയും വീടും വേണമെന്ന ആവശ്യവുമായി ദുരന്ത ബാധിതർ. പുനരധിവാസം വൈകിട്ടില്ലെന്ന് ആവർത്തിച്ച് റവന്യൂ മന്ത്രി K രാജൻ. ആശാ വർക്കേഴ്സിന്റെ തിരുവനന്തപുരത്തെ സമരം തീർക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിച്ചാൽ അരമണിക്കൂർ കൊണ്ട് തീരുന്ന പ്രശ്നമെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തേടി മുതിർന്ന CPI നേതാവ് C ദിവാകരൻ. PSCയിലെ ശമ്പള വർധനവിനെതിരെ വിമർശനം. ആശാ വർക്കേഴ്സിന്റെ സമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വയനാട് പുൽപ്പള്ളി കൊളറാട്ടുകുന്നിൽ പരിക്കേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടു. ആനയെ നിരീക്ഷിച്ച് വനംവകുപ്പ്. പാലക്കാട് അട്ടപ്പാടിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കരടിക്ക് ചികിത്സ നൽകാൻ വനംവകുപ്പ്. തിരുവനന്തപുരം കല്ലാറിലും ഇടുക്കി മൂന്നാറിലും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ നടപടികൾക്കായി വനംവകുപ്പിന് 3,72 ലക്ഷം രൂപ അനുവദിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി. പ്രധാനപ്പെട്ട വാർത്തകൾ കഴിയുന്നു. മറ്റു വാർത്തകളിലേക്ക് വിശദമായി നമ്മൾ കടക്കുകയാണ്. കൊല്ലത്ത് വാടക കൊടുക്കാത്തതിന് കുട്ടികളെ വീട്ടുടമ വീടിനുള്ളിൽ പൂട്ടിയിട്ടു. കുട്ടികളുടെ മാതാവ് വീട്ടിലില്ലാത്ത സമയം നോക്കിയാണ് ഈ സംഭവം. വീട്ടിലേക്കുള്ള വൈദ്യുതിയും വിച്ഛേദിച്ചു. ഞങ്ങൾ 4 മാസത്തെ വാടക കൊടുക്കാനുണ്ട്. അഡ്വാൻസ് എല്ലാം തീർന്നായിരുന്നു.
അങ്ങനെ ഇവിടെ വന്ന് ഗേറ്റ് പൂട്ടി. ഇന്നും അല്ല 3 ദിവസം മുന്നേ വന്ന് ഒരു ഗേറ്റ് പൂട്ടിയായിരുന്നു, ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. അങ്ങനെ വന്ന് പൂട്ടിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയ ഗേറ്റ് ഞങ്ങൾ അകത്തുനിന്ന് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. അവർ അന്നേ അങ്ങനെ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അത് തുറന്നിട്ട് കയറിയായിരുന്നു. പിന്നെ ഇന്ന് ആയപ്പോഴത്തേക്ക് വൈകിട്ട് വന്ന് ഗേറ്റും പൂട്ടി. വെളിയിലത്തെ ഞങ്ങൾ വെള്ളം എടുക്കാതിരിക്കാൻ വേണ്ടി വെള്ളവും കളഞ്ഞ് പിന്നെ കറണ്ടും ഓഫ് ചെയ്തിട്ട് പോയി. അത് അവരും ഈ വീട്ടിലെയും അപ്പുറത്തേക്ക് ഉള്ള എല്ലാവരും കൂടെ വന്നിട്ടാണ് ഇതെല്ലാം പറഞ്ഞത്. പിന്നെ ഉമ്മയെ വേണ്ടാത്ത എല്ലാം പറയുകയും ചെയ്ത് ഉമ്മ ഒളിച്ചിരിക്കുകയെന്ന് പറഞ്ഞതാണ് ഈ വീട്ടിൽ അവിടുത്തെ ഒരു മാമി. ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ പേടിച്ചിട്ട് കതവ് തുറന്നില്ലായിരുന്നു. ഇപ്പം 4 മാസത്തെ കൊടുക്കാനുണ്ട്. അഡ്വാൻസ് തീർന്നായിരുന്നു. ഭക്ഷണം ഞങ്ങൾ പട്ടിണിയില്ല. ഞങ്ങൾക്കൊന്നും എന്ന് വെച്ചാൽ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കഴിച്ചില്ല. അന്നപ്പം ഈ അങ്കിള് വെള്ളം വാങ്ങി തന്നായിരുന്നു. 2 പിള്ളേർ ഇവിടെ കിടന്ന് പിന്നെ കതോർന്ന് വന്നപ്പോഴത്തേക്ക് കരച്ചിലായിരുന്നു. ഇത് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ പൂട്ടിയിട്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. ഞാൻ ബസ്സിൽ ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചത്. അത് പറഞ്ഞ് അവർ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കടയിൽ പോയി ജ്യൂസും മേടിച്ചു കൊടുത്ത് ഒരു ബിസ്ക്കറ്റും കഴിക്കാൻ മേടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞങ്ങൾ പൂട്ടിയിട്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ ഗേറ്റും അപ്പുറത്തെ ഗേറ്റും പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് വാടക കൊടുത്തില്ലെന്ന് പറഞ്ഞ് പൂട്ടിയിട്ടിട്ട് പോയിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അരുൺരാജ് ചേരുന്നു. അരുൺരാജ്, കൊല്ലത്ത് എവിടെയാണ് ഈ സംഭവം നടന്നത്? കുട്ടികളാണെന്ന് അറിഞ്ഞിട്ടും ഈ ക്രൂരത എങ്ങനെയാണ് വീട്ടുടമയെ കാണിക്കാൻ കഴിഞ്ഞത്? SKN കൊല്ലം കൊട്ടിയത്താണ് ഈ സംഭവം. ഇന്ന് വൈകുന്നേരം 6 മണിയോടെയാണ് ഈ വീട്ടുടമസ്ഥൻ 4 മാസത്തെ വാടക കൊടുത്തില്ല എന്നാരോപിച്ച് വീടിനുള്ളിൽ കടന്നു കയറി ഈ ഗേറ്റ് അടക്കം പൂട്ടുകയും ഈ വീട്ടിലേക്കുള്ള വൈദ്യുതി അടക്കം വിച്ഛേദിക്കുകയും ചെയ്തത്. തുടർന്ന് ഈ വീട്ടിലെ ടാങ്കിലുണ്ടായിരുന്ന വെള്ളം പോകാൻ വേണ്ടി വാട്ടർ ടാപ്പുകളും തുറന്നിട്ടു. ഒടുവിൽ ഈ 2 കുട്ടികൾ മാത്രമാണ് ഉള്ളതെന്ന് അറിഞ്ഞിട്ട് ഒടുവിൽ ഗേറ്റ് അടക്കം പൂട്ടി പോവുകയാണ് ചെയ്തത്. ഈ കുട്ടികളുടെ അമ്മ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി രോഗബാധിതയാണ്. തുടർന്ന് ഇവർക്ക് ഈ വീടിന്റെ വാടക അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്ന് ഇവർ ഇന്ന് യൂസഫലിയെ കാണുവാനായി തൃശ്ശൂരിലേക്ക് പോയത്. ഇന്നലെ വൈകുന്നേരമാണ് പോയത്. പക്ഷേ അത് നിർഭാഗ്യവശാൽ അവർക്ക് യൂസഫലിയെ കാണാൻ കഴിഞ്ഞില്ല. അവർ തിരിച്ചു വരുന്നതിന് വഴിയിലാണ് ഈ മക്കൾക്ക് ഇത്തരം ഒരു ക്രൂര അനുഭവം നേരിട്ടു എന്നുള്ള വിവരം കൂടി അറിയുന്നത്. നമ്മളെ അവിടുന്ന് ഈ പ്രദേശവാസികൾ വിളിക്കുമ്പോൾ നമ്മുടെ വാർത്താ സംഘം അവിടെ ചെല്ലുന്ന ഘട്ടത്തിൽ ഈ കുഞ്ഞുങ്ങളെ അകത്തിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒടുവിൽ ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തി ഈ ഗേറ്റ് പൂർണ്ണമായും പൊളിച്ചിട്ടുണ്ട്. ഈ ഗേറ്റ് പൂർണ്ണമായും പൊളിച്ചിട്ടുണ്ട്. കുട്ടികളെ പുറത്തെത്തിച്ചു. ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടി ഇപ്പോൾ പോലീസ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 4 മാസത്തെ വാടക കൊടുക്കാത്തതിനാണ് ഈ പിഞ്ചു കുഞ്ഞ്, ഒരു 5 വയസ്സുകാരി കുഞ്ഞാണ് ഒന്നുള്ളത്. മറ്റൊന്ന് 17 വയസ്സേ ഉള്ളൂ. 2 പേരെയുമാണ് ഈ വീട്ടിനുള്ളിലിട്ട് പൂട്ടി വീട്ടുടമ പോയത്. വാടക കൊടുത്തിട്ട് ഇനി താമസിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളാനാണ് വീട്ടുടമസ്ഥൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇടപെടൽ നടത്തിയിരിക്കുന്നു. നമ്മുടെ വാർത്താ സംഘം എത്തിയതിന് പിന്നാലെ പോലീസ് അവിടെ എത്തുകയും ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ വൈദ്യുതി ഇപ്പോൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഉമ്മ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ എത്തുമെന്നുള്ളതാണ് കുട്ടികളെ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ അരുൺരാജ്, യഥാർത്ഥത്തിൽ ഇന്നലെ നമ്മുടെ ഈ കൊച്ചിയിലെ സംഗമത്തിൽ പങ്കെടുക്കാനാണ് അബുദാബിയിൽ നിന്ന് MA യൂസഫലി കൊച്ചിയിലെത്തിയത്. അദ്ദേഹം ഇന്നലെ തന്നെ രാത്രിയിൽ മടങ്ങിപ്പോയിരുന്നു. അപ്പോൾ അവർ അദ്ദേഹത്തെ കാണാനായിട്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇവർ കൊല്ലത്തുനിന്ന് പോയതാണെന്ന് മനസ്സിലായി. 5 വയസ്സും 18 വയസ്സുമുള്ള 2 കുട്ടികളാണ്. ഈ കുട്ടികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ എപ്പോഴായിരുന്നു വീട്ടിൽ വന്നത് ഇന്നലെ? മോളെ കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്. പറ്റുന്നുണ്ട്. എപ്പോഴാ വീട്ടിൽ വന്നത്? എപ്പോഴാ? ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീടിന്റെ ഓണറാ വന്നത്. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഉമ്മ പോയോണ്ട് എന്നെ അനിയത്തെ ഇവിടെ ആക്കിയിട്ടാ പോയത്. വീട്ടുടമ എന്താ പറഞ്ഞത് നിങ്ങളോട്? 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഓണർ വന്നായിരുന്നു. ഓണർ വന്ന് ഞങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. വെളിയിൽ വന്ന് ഗേറ്റും പൂട്ടി, പിന്നെ കറണ്ട് ഓഫാക്കി, വെള്ളം ടാപ്പ് തുറന്നു വിട്ട് വെള്ളം കളഞ്ഞിട്ട് പറഞ്ഞ് നിങ്ങൾ വെള്ളം എടുക്കണ്ട, വാടക തരാത്തതുകൊണ്ട് വെള്ളം എടുക്കണ്ടെന്നാ പറഞ്ഞത്. നിങ്ങൾ പേടിച്ചു പോയോ? പേടിച്ചത് കൊണ്ട് ഞാൻ ഡോറ് തുറന്നില്ലായിരുന്നു. ഓക്കെ ഒരു കാര്യം ചെയ്യേ മോളെ, ഇപ്പൊ എത്ര മാസത്തെ വാടക കൊടുക്കാനുള്ളത്? ഇപ്പൊ 4 മാസത്തെ കൊടുക്കാനുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ വീട് എവിടെയാ? വീട്ടുടമസ്ഥന്റെ വീട് അടുത്ത് തന്നെയാണോ? കൊട്ടിയത്താ. കൊട്ടിയത്തെ വീട്ടുടമസ്ഥന്റെ 4 മാസത്തെ വാടക നമ്മുടെ ഓഫീസിൽ നിന്ന് അടയ്ക്കുമെന്ന് പറഞ്ഞേക്കൂ കേട്ടോ. നിങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുക. ബാക്കി കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ.
അപ്പോൾ അരുൺ രാജ്, നമ്മൾ യഥാർത്ഥത്തിൽ ഇവർ കുടിശ്ശിക വരുത്തി എന്ന് പറയുന്ന 4 മാസത്തെ വാടക നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ഓഫീസിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന അദ്ദേഹത്തെ അറിയിച്ചേക്കുക. വീടൊന്നും പൂട്ടിയിടണ്ടെന്ന് പറയാം. ഓക്കെ, മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. സർക്കാർ അവഗണനയ്ക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരത്തിന് പിന്തുണയേറുന്നു. UDF നേതാക്കൾക്ക് പുറമെ മുതിർന്ന CPI നേതാവ് C. ദിവാകരനും പിന്തുണയുമായി സമരപ്പന്തലെത്തി. സമരം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാകുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 13ാം ദിവസത്തിലേക്ക് കടക്കുന്ന സമരം കൂടുതൽ കരുത്താർജിക്കുന്നു. സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വീണ്ടും എത്തി. മുഖ്യമന്ത്രി വിചാരിച്ചാൽ 1/2 മണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു കാര്യമാണിത്. മുതിർന്ന CPI നേതാവ് C. ദിവാകരനും സമരക്കാർക്ക് പിന്തുണയുമായി രംഗത്തെത്തി. സമരം ഒത്തുതീർക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് C. ദിവാകരനും ആവശ്യപ്പെട്ടു. വളരെ വേഗം അതിലിടപെട്ട് ഒത്തുതീർപ്പിലെത്തിക്കണമെന്ന് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ പിണറായി വിജയനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. സമരക്കാർക്ക് പിന്തുണയുമായി രാഹുൽ മങ്കൂട്ടത്തിൽ MLAയും സമരപ്പന്തലിലെത്തി. ഞങ്ങൾ തെരുവിലേക്ക് വരികയാണ് എന്ന് ഈ സർക്കാർ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ആശാ വർക്കർമാർക്ക് 3 മാസത്തെ കുടിശ്ശികയിൽ നിന്ന് 2 മാസത്തെ കുടിശ്ശികയുടെ പണം സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ 1 മാസത്തെ ഓണറേറിയം മാത്രമാണ് എത്തിയതെന്ന് സമരക്കാർ. ഞങ്ങൾക്ക് വന്നത് 7000 രൂപയാണ് ഞങ്ങൾക്ക് വന്നത്. എന്നിട്ട് 13,200 എന്ന് ആണ് പുറമെ അറിയപ്പെടുന്നത്. ഇതാ അടക്കുന്നത് ഞങ്ങൾക്ക് വന്ന 7000 രൂപ. പ്രശ്നപരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കത്തയച്ചു. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ആശാ വർക്കേഴ്സ് അറിയിച്ചു. 24 തിരുവനന്തപുരം. ഷഹദ് റഹ്മാൻ ഇപ്പോൾ ഒരു വാർത്ത അറിയിക്കുന്നു. വടകര വില്യാപ്പള്ളിയിൽ വീടിന് തീപിടിച്ച് ഒരു സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വില്യാപ്പള്ളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KK മോഹനന്റെ അമ്മ നാരായണിയാണ് മരിച്ചത്. 80കാരിയായ ഇവർ തീപിടുത്തക്കുന്ന സമയത്ത് ഒറ്റയ്ക്കായിരുന്നു. 7 മണിയോടെയാണ് വീടിനുള്ളിൽ തീ ഉയർന്നത്. നാട്ടുകാരുടെ ശ്രദ്ധയിൽ എപ്പോഴാണ് ഈ തീ കണ്ടത്? നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീ കെടുത്തിയെങ്കിലും ഈ വയോധികയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. തീ പിടിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ജോസ്വിൻ ജോസഫ് പറഞ്ഞ ആ വീട്ടുകാരനെതിരെ കേസെടുക്കണം, പിള്ളേരുടെ ക്രൂരത വേണ്ടായിരുന്നു. അയാൾ വാടക ചോദിക്കുന്നൊക്കെ അയാളുടെ മാന്യത. പക്ഷേ അതേസമയം അയാൾ ആ കുട്ടികളെ ഇട്ട് പൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അനുഭവിക്കാൻ പോകുന്ന നിയമപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് അയാൾക്ക് തീരെ ബോധമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു കണ്ണില്ലാത്ത ക്രൂരതയാണെന്ന് മാത്രമല്ല, കുട്ടികളോട് ഒരിക്കലും നമുക്ക് ഇങ്ങനെയുള്ള രീതികൾ അവലംബിക്കാൻ പാടില്ല. നമ്മുടെ അടൂരിൽ നിന്നൊരു സുഹൃത്ത് പറയുകയാണ്, അതായത് അങ്ങയുടെ നല്ല മനസ്സിനും നന്ദി, എൻ്റെ നല്ല മനസ്സിനെന്നുള്ളതല്ല, നമ്മൾ പ്രേക്ഷകരും അതുപോലുള്ള ഒരുപാട് പേര് ആളുകളെ സഹായിക്കാൻ തയ്യാറാകുന്നില്ലേ, എന്നാൽ ചിലർ അങ്ങയുടെ മനസ്സ് വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾ ഓൺലൈനിൽ കാണുന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് അത് മനസ്സിലാകുന്നത്, എനിക്ക് മനസ്സിലാകുന്നു. എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ ഈ സൈബർ ഇടങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മളെ ചീത്ത വിളിക്കുന്ന കമൻറ്റുകളൊക്കെ നിങ്ങൾ കാണുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഈ കമൻ്റ് അടിക്കുന്ന ആൾക്കാരെ കൊണ്ട് നാട്ടുകാർക്ക് 10 പൈസയുടെ പ്രയോജനം ഇല്ലാത്ത ആൾക്കാർ. അവർക്ക് ആകെ ചെയ്യുന്ന ഈ ഫോണിൽ കുത്തിയ ആൾക്കാരെ ചീത്ത വിളിക്കാൻ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് അവഗണിക്കുക. അതേസമയം നിയമപരമായ നടപടിയെടുക്കാൻ പറ്റുന്ന കേസിൽ നിയമ നടപടി എടുത്ത് നിയമം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അത് നമ്മൾ കുറേ ആൾക്കാരെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. മറ്റു വാർത്തയിലേക്ക്. തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിനെ നീക്കണമെന്ന് കായിക വകുപ്പ്. സുധീർ SS-നെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് കായിക വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. കായിക താരങ്ങളെ ഇറക്കി സർക്കാരിനെതിരെ സമരം നടത്തിയത് ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ സുധീറിനെതിരെ ഉണ്ട്. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജീഷ്, വിശദാംശങ്ങൾ എന്താണ്? കായിക വകുപ്പിൻ്റെ ഈ സ്റ്റെപ്പ് വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ഉള്ള കാര്യം? ഈ ദേശീയ ഗെയിംസിലെ ദയനീയ പ്രകടനത്തിന് പിന്നാലെ കേരളത്തിലെ കായിക വകുപ്പിനെതിരെ കേരള ഒളിമ്പിക്സ് അസോസിയേഷനും കായിക സംഘടനകളും വലിയ വിമർശനങ്ങൾ നടത്തിയിരുന്നു. ഇതിന് മറുപടിയായിട്ട് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ കേരളത്തിലെ കായിക സംഘടനകൾ പണം വാങ്ങി പുട്ടടിക്കുന്നവരെന്നും അല്ലെങ്കിൽ ഇത്തരം സംഘടനകളാണ് ഈ കുട്ടികളുടെ ദയനീയ പ്രകടനത്തിന് കാരണമാണെന്നും പറഞ്ഞിരുന്നു. കൂടാതെ ഈ ഹാൻഡ്ബോൾ വനിതാ താരങ്ങൾ വെള്ളി മെഡൽ നേടിയിരുന്നു. ഇത് ഒത്തുതീർപ്പിലൂടെയാണ് കിട്ടിയതെന്നായിരുന്നു V. അബ്ദുറഹ്മാൻ പറഞ്ഞത്. ഇതിനെതിരെ ഈ വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് വലിയൊരു സമരം നടത്തിയിരുന്നു. അതായത് തങ്ങൾക്ക് കിട്ടിയ മെഡൽ തങ്ങൾ കടലിലെറിയുമെന്നും മന്ത്രി പ്രസ്താവന പിൻവലിക്കണമെന്നുമായിരുന്നു ആവശ്യം. ഈ സമരത്തിന് ഈ കുട്ടികളെ ഇറക്കിയത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സുധീർ SS ആണെന്നാണ് കായിക വകുപ്പിന് കിട്ടിയ പരാതി. കൂടാതെ ഇദ്ദേഹം ഈ ദേശീയ ഗെയിംസിൽ പങ്കെടുക്കാൻ ഉത്തരാഖണ്ഡിൽ അസിസ്റ്റന്റ് കോച്ചായിട്ടായിരുന്നു പോയത്. അത് സംസ്ഥാന കായിക വകുപ്പാണ് അതിൻ്റെ ചെലവുകളൊക്കെ വഹിച്ചത്, ഫ്ലൈറ്റിൽ പോകാനടക്കം. ഇതിനുശേഷവും അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം ആ ടെക്നിക്കൽ എൻട്രിയിൽ അദ്ദേഹം ടെക്നിക്കൽ സ്റ്റാഫാണെന്ന് പറഞ്ഞ് ഓണറേറിയം വാങ്ങിച്ചുവെന്നും ആരോപണത്തിൽ പറയുന്നു. കൂടാതെ അദ്ദേഹത്തിനെതിരെ മറ്റു ചില ആരോപണങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. കായിക വകുപ്പ് മന്ത്രിക്കെതിരെയും സർക്കാരിനെ
അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതായിട്ടും ഒരു പരാതിയുണ്ട്. ഇതിനെതിരെയാണ് ഇപ്പോൾ കായിക വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാണ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിനോട് കായിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഇപ്പോൾ ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉടനുണ്ടാകും. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു കമ്മിറ്റിയോ ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നാണ് ആവശ്യം. എന്തായാലും വൈകാതെ തന്നെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിന്റെ കസേര തെറിക്കുമെന്ന് ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ. അലി അക്ബർ പറയുന്നത് 4 മാസത്തെ ശമ്പള കുടിശ്ശികയിൽ നിർത്താതെ നമുക്ക് അവർക്കൊരു വീട് വെച്ച് കൊടുത്താലോ? തീർച്ചയായിട്ടും അലി അക്ബർ ഇവരുടെ വിശദാംശങ്ങൾ കെട്ടട്ടെ, നമുക്ക് ആ സാഹചര്യം പരിഗണിക്കാം. ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. അതൊന്നും വലിയൊരു കാര്യമല്ല. കെ ചെറ്റപ്പള്ളി ഫൗണ്ടേഷനുമായി അല്ലെങ്കിൽ തന്നെ 100 വീടുകൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയിൽ ഇവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. കൊല്ലം കുണ്ടറ ആറുമുറിക്കടയിൽ റെയിൽപാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ച കേസിലെ പ്രതികൾ പിടിയിലായി. കുണ്ടറയിലെ രാജേഷ്, പെരുമ്പഴയിലെ അരുൺ എന്നിവരാണ് ഇപ്പോൾ പോലീസ് പിടിയിലുള്ളത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ പിടിയിലായത്. മദ്യലഹരിയിൽ ചെയ്തതാണ് എന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. ഏതെങ്കിലും ട്രെയിൻ മറിഞ്ഞിരുന്നെങ്കിൽ അപ്പോഴും മദ്യലഹരിയിൽ ഇത്രയും ആൾക്കാരെ എന്തെങ്കിലും ചെയ്തു, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നില്ല എന്നിവർ പറയുമായിരുന്നു എന്ന് എനിക്കറിയില്ല. മദ്യലഹരി മൂത്താൽ റെയിൽവേ പാളത്തിലൊക്കെ പോസ്റ്റ് പിടിച്ചു വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാലേ കുറച്ച് കടത്തകയ്യ. അതിനെക്കുറിച്ച് പോലീസ് വിശദമായിട്ട് അന്വേഷിച്ചു അതിനെ കേസെടുക്കുന്നുണ്ട്. സംശയിച്ച് 2 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ വീണ്ടും ചോദ്യം ചെയ്ത് വരികയാണ്. എന്നിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ക്രിമിനൽ ഹിസ്റ്ററി ഉള്ളവരാണ്. ഒരാൾ 11 കേസും ഒരാൾ 5 കേസുമുണ്ട്, മുൻപ് കേസുമുണ്ട്. അല്ല, പോലീസ് പരിശോധിച്ചിരുന്നു, സ്പോട്ടിൽ പോയിരുന്നു. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഈ റെക്കോർഡ് ചെയ്ത ശേഷം പറയാം. ഇപ്പം ചോദ്യം ചെയ്ത് വരുന്നേ ഉള്ളൂ. വിശദമായിട്ട് മൊത്തം കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല ഇപ്പോൾ. എനിവേ 2 പേര് കസ്റ്റഡിയിലുണ്ട്. അവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ലഹരി ഉപയോഗിക്കുന്നവരാണ് അവർ. നന്നായിട്ട് മദ്യപിക്കുന്നവർ. ഇന്നലെ മദ്യപിച്ചിരുന്നു. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷബീദ്, വിശദാംശങ്ങൾ. ഒരു പക്ഷേ ഒരു വലിയ അപകടം സംസ്ഥാനത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ക്രൈമാണ് ഇവർ ചെയ്തതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് രാവിലെയാണ് ഇന്ന് പുലർച്ചെയാണ് കുണ്ടറ ഓൾഡ് ഫയർഫോഴ്സ് ജംഗ്ഷന് സമീപത്തെ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് കിടക്കുന്നത് പ്രദേശവാസിയായ യുവ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. തുടർന്നാണ് നാട്ടുകാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും പോലീസിനെ അടക്കം വിവരം അറിയിക്കുകയും പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെ പോലീസ് CCTV കേന്ദ്രീകരിച്ച് ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിൽ നിർണായകമായതും CCTV ദൃശ്യങ്ങളാണ്. 2 യുവാക്കൾ റോഡരികിൽ കിടന്ന ടെലിഫോൺ പോസ്റ്റ് എടുക്കുന്ന CCTV ദൃശ്യം പോലീസ് ശേഖരിച്ച് പരിശോധിച്ചു. സംഭവം നടന്ന ശേഷമുള്ള അന്വേഷണത്തിൽ സമീപത്ത് നിന്ന് പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ CCTV ദൃശ്യവും പോലീസിന് ലഭിച്ചു. അങ്ങനെയാണ് ഈ 2 പ്രതികളിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത്. കുണ്ടറ സ്വദേശി രാജേഷ്, പെരുമ്പുഴ സ്വദേശി അരുൺ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഈ കസ്റ്റഡിയിലെടുത്തവരെ, ഈ അറസ്റ്റിലായിട്ടുള്ളവരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച വളരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യത ഉണ്ടോ ഇതിന് പിന്നിലെന്ന് പോലീസ് സംശയിച്ച അത്തരത്തിലുള്ള അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ട്. മാത്രമല്ല കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ഇപ്പോൾ ഈ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന പ്രതികൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ഇതിൽ ഒരാൾ പോലീസിനെ ആക്രമിച്ച കേസിലും പ്രതികളാണ് എന്ന് പോലീസിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധത്തിനിടയാക്കിയ BJP കോൺഗ്രസ് നേതൃത്വം അട്ടിമറി സാധ്യത അടക്കം ആരോപിച്ച ഒരു സംഭവത്തിൽ 2 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. ഇവരിൽ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ പേർക്ക് പങ്കുണ്ടെങ്കിൽ അവരെയും എത്രയും വേഗം പിടികൂടുമെന്നാണ് ഇതിനോടകം തന്നെ കുണ്ടറ പോലീസ് അറിയിച്ചിട്ടുള്ളത്. SK. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ. അജ്മൽ പറയുന്നു തെറിയൊന്നും വിളിക്കുന്നില്ല SKN. പക്ഷേ കമ്മ്യൂണിസ്റ്റ് തിമിരം ബാധിച്ച പോലെ CPM-നെ വാർത്തകൾ കൊണ്ട് ഇല്ലാതാക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് കുറ്റങ്ങൾ പറയാം, പക്ഷേ വിധി പറയാൻ നിങ്ങൾ ആരുമല്ല. എൻ്റെ അജ്മലെ, മാധ്യമപ്രവർത്തനം മാത്രമേ നമ്മൾ നടത്തുള്ളൂ. നമുക്ക് CPM എന്നോ കോൺഗ്രസ് എന്നോ വിരോധമൊന്നുമില്ല. പക്ഷേ വാർത്തകൾ നമ്മൾ കൊടുക്കും. അതിലെ ആരെങ്കിലും അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അല്ലാതെ തെറി വിളിക്കുന്നില്ല എന്ന് വിചാരിക്കേണ്ട ആരും. അരുൺ ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവില്ല, അല്ല അജ്മൽ വിളിക്കുന്നുണ്ടാകില്ല. അജ്മൽ ഏറ്റവും അവസാനം ഒന്ന് ഫേസ്ബുക്കിലൊക്കെ പോയി നോക്കി, അപ്പോൾ അജ്മലിന് കാര്യം മനസ്സിലാവും. അതിനെക്കുറിച്ച് നമ്മൾ വറീഡല്ല കേട്ടോ. നമ്മൾ നിയമത്തിൻ്റെ ദൃഷ്ടിയിലൂടെ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകൂ. മാത്രമല്ല ഇത് കണ്ടൊന്നും നമ്മൾ 10 മടക്കി മാളത്തിൽ വിളിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. അതാണ് ഞാൻ അജ്മലിനോട് പറഞ്ഞത്. മറ്റു വാർത്തയിലേക്ക്. കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിൽ വീടിന് തീ പിടിച്ച് വയോധിക മരിച്ചു എന്ന് സങ്കടകരമായ വാർത്ത വരുന്നുണ്ട്. വില്യാപ്പള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KK മോഹനൻ്റെ അമ്മ നാരായണിയാണ് മരിച്ചത്. തീപിടുത്തത്തിൻ്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്നാണ്. ഷഹദ് പറയൂ. SKN വളരെ വേദന ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ രാത്രിയിൽ വരുന്നത് എന്നുള്ളതാണ്. 7 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈ വീടിന് തീപിടിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ സ്ത്രീ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ്
നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് ലഭ്യമാക്കുന്ന വിവരം. ഈ സംഭവം നടന്ന ഉടൻ തന്നെ പ്രദേശത്തുള്ള വീട്ടുകാരൊക്കെ തന്നെ ഓടിക്കൂടുകയും ഈ വീടിനകത്തെ തീ അണയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡൈനിങ് ഹാളിലാണ് ഇവർ ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ആരും തന്നെ വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യവും ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും അവിടെയുള്ള നാട്ടുകാരും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ട് 7 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ വില്യാപ്പള്ളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KK മോഹനന്റെ അമ്മ നാരായണിയാണ് മരിച്ചിട്ടുള്ളത്.